ഈശോയുടെ കരുണയെക്കുറിച്ച് ധ്യാനിക്കും തോറും യേശുവിൻ്റെ കരുണ നമ്മുടെ തലയ്ക്ക് മുകളിൽ വലിയ ഒരു സംരക്ഷണ കവചം പോലെ നിൽക്കും. ഞാനിത് പറയുമ്പോൾ ഒറ്റപ്പെട്ട ഒരു സംഭവമാണെന്ന് ചേട്ടാ ചേച്ചി കരുതരുത് കേട്ടല്ലോ. നിന്റെ ജീവിതത്തിൽ ഇതൊരു വാഗ്ദാനമാണ്. ഈ വാഗ്ദാനം അങ്ങ് വിശ്വസിച്ചോണം. ആരുടെ കരുണ? ഭർത്താവിൻ്റെ അല്ല, കർത്താവിൻ്റെ കരുണ. എൻ്റെ മേൽ കർത്താവിൻ്റെ കരുണയുണ്ട്. പറഞ്ഞേ, ഇനി കുടുംബം എങ്ങനെ മുമ്പോട്ട് നീങ്ങും? നാട്ടിലെന്തെങ്കിലുമൊക്കെ ജോലി നോക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അച്ഛൻ ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല. ഇത് മനസ്സിലായി ചേട്ടാ ചേച്ചി? അതായത് നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി കാല് കഴുകുന്നു, നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി നമ്മൾ പാട്ട് പാടുന്നു, പ്രസംഗം പറയുന്നു, അല്ലേ? കേട്ടോ, നമ്മുടെ സംസാരം കരുണയുള്ള സംസാരമായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പഠിച്ച വചനം അത് പ്രഭാഷകന്റെ പുസ്തകം 35-ാം അധ്യായം 26-ാം തിരുവചനമാണ്. ബുക്ക് ഓഫ് സിറാഖ് ചാപ്റ്റർ 35 വേഴ്സ് 26. ആ വചനത്തിൽ നമ്മൾ പഠിച്ചത് ഇങ്ങനെയാണ്: വരൾച്ചയുടെ നാളുകളിൽ മഴക്കാറ് പോലെ കഷ്ടതയിൽ കർത്താവിൻ്റെ കരുണ ആശ്വാസപ്രദമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വരൾച്ചയുടെ നാളുകളിൽ മഴക്കാറ് പോലെ കഷ്ടതയിൽ കർത്താവിൻ്റെ കരുണ ആശ്വാസപ്രദമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ ഇരുന്നു കൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, പല തരത്തിലുള്ള തകർച്ചകളും ദുഃഖങ്ങളും ഭാരങ്ങളും അനുഭവിക്കുന്ന നമുക്ക് ഈ കരുണയുടെ തിരുനാൾ നൽകുന്ന വാഗ്ദാനം നിന്റെ ശിരസിന് മുകളിൽ നിന്റെ ഈ തളർച്ച മാറ്റുന്ന, നിന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്കുത്തരം നൽകുന്ന ഒരു അനുഗ്രഹമാണ് ഈ കരുണയുടെ തിരുനാൾ എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ്റെ കരുണയെക്കുറിച്ച് ധ്യാനിക്കുകയും യേശുവിൻ്റെ കരുണയുടെ പ്രവാചകന്മാരും പ്രവാചികളുമായി നമ്മൾ മാറുന്നതനുസരിച്ച് ഈ വലിയ അനുഗ്രഹം നമുക്ക് അനുഭവിക്കാൻ പറ്റും. അതാണ് ഈ ശുശ്രൂഷയുടെ പ്രത്യേകത. ഈശോയുടെ കരുണയെക്കുറിച്ച് ധ്യാനിക്കും തോറും യേശുവിൻ്റെ കരുണ നമ്മുടെ തലയ്ക്ക് മുകളിൽ വലിയ ഒരു സംരക്ഷണ കവചം പോലെ നിൽക്കും. നമ്മൾ അനുഭവിക്കുന്ന എല്ലാ തകർച്ചകളുടെയും ബലഹീനതകളുടെയും ദുരിതങ്ങളുടെയും മുകളിൽ യേശുവിൻ്റെ കരുണ അതിങ്ങനെ വലിയ ഒരു അനുഗ്രഹം പോലെ നിൽക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ അവസരത്തിൽ സങ്കീർത്തകനായ ദാവീദ് ചോദിക്കുന്ന ഒരു ചോദ്യം ഇങ്ങനെയാണ്. സങ്കീർത്തനം 77 വചനം 8. ബുക്ക് ഓഫ് സാം ചാപ്റ്റർ 77 വേഴ്സ് 8. സങ്കീർത്തകനായ ദാവീദ് ഒരു ചോദ്യം ചോദിക്കുകയാണ്. അവിടുത്തെ കരുണ എന്നേക്കുമായി നിലച്ചുവോ? അവിടുത്തെ വാഗ്ദാനങ്ങൾ എന്നേക്കുമായി അവസാനിച്ചുവോ? ഇതാണ് ചോദ്യം. വളരെ പ്രധാനമായ പ്രസക്തമായ ഒരു ചോദ്യമാണ്. സങ്കീർത്തകന്റെ ചോദ്യം എന്താണ്? അവിടുത്തെ കരുണ എന്നേക്കുമായി നിലച്ചുവോ? അവിടുത്തെ വാഗ്ദാനങ്ങൾ എന്നേക്കുമായി അവസാനിച്ചുവോ? ഈ ചോദ്യം കഴിഞ്ഞ നാളിൽ ഇവിടെ പ്രാർത്ഥിക്കാൻ വന്ന ഒരു സഹോദരി തൻ്റെ ജീവിത അനുഭവം പങ്കുവച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ഒരു ചോദ്യമാണ്. 2 മക്കളുള്ള ഒരു കുടുംബം, ഇളയ മകള് നേഴ്സിംഗ് പഠിക്കാൻ വേണ്ടിയിട്ട് ഇന്ന സ്ഥലത്തേക്ക് പോയി. തൊട്ട് മുകളിലുള്ളതൊരു ചെറുക്കനാണ്. ഈ ചെറുക്കൻ ഇവരുടെ മകൻ ഇവരുടെ വീട്ടിലുണ്ടാക്കുന്ന പ്രശ്നങ്ങൾക്ക് നിസാരമല്ല, അത്രമേൽ വലിയ പ്രശ്നങ്ങളാണ് ഈ ചെറുക്കൻ വീട്ടിലുണ്ടാക്കുന്നത്. ഈ അമ്മ കരഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞ കാര്യം, അച്ഛാ, ഇവൻ വീട്ടിൽ രാത്രിയിൽ വല്ലപ്പോഴും കയറി വരും. ഭയങ്കര ദുർഗന്ധമാണ്. വീട്ടിൽ കയറി വന്നു കഴിഞ്ഞാൽ ഇവൻ ചെയ്യുന്ന ഒരു വലിയ പ്രവൃത്തി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം തന്നെ കയറി വരുമ്പോൾ ഞങ്ങളുടെ വീട്ടിൽ അച്ഛാ പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ഈശോയുടെ, പരിശുദ്ധ അമ്മയുടെ, ഔസേപ്പിതാവിൻ്റെ അങ്ങനെ പല രൂപങ്ങളും ചിത്രങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇവൻ്റെ ഒരു സ്വഭാവ രീതി, ഇവൻ വീട്ടിലോട്ട് രാത്രിയിൽ മദ്യപിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും രാസലഹരിയൊക്കെ കഴിച്ചിട്ട് വീട്ടിൽ കയറി വരും. എന്നിട്ട് ഇവൻ ആദ്യം ചെയ്യുന്ന പ്രവൃത്തി ഈ രൂപങ്ങളെല്ലാം തല്ലി തകർക്കും. അച്ഛാ, ഇപ്പോഴത്തെ അവസ്ഥ വളരെ ദാരുണമാണ്. വീട്ടിൽ ഒരു ഈശോയുടെ രൂപം പോലും ഇല്ല.
ഞാൻ ആകപ്പാടെ എൻ്റെ ബെഡ്റൂമിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന ഒരു മാതാവിൻ്റെ പടം മാത്രമേ ഇപ്പോൾ ഉള്ളൂ ഞങ്ങളുടെ വീട്ടിൽ. ഈ വീട്ടിൽ ഒരു ഈശോയുടെയും വിശുദ്ധരുടെയും സാന്നിധ്യം വയ്ക്കാൻ ഈ ചെറുക്കൻ സമ്മതിക്കത്തില്ല. അവൻ മദ്യപിച്ച് വീട്ടിലോട്ട് കയറി വന്നു കഴിഞ്ഞാൽ ഇവൻ എല്ലാ ദിവസവും ഇങ്ങനത്തെ ബഹളങ്ങളാണ്, പ്രശ്നങ്ങളാണ്, സങ്കടങ്ങളാണ്. ഒരു ദിവസം പോലും മര്യാദയ്ക്ക് സ്വസ്ഥമായിട്ടുറങ്ങാൻ അച്ഛാ എനിക്ക് പറ്റുന്നില്ല. അപ്പം ഞാൻ ചോദിച്ചു, ചേച്ചി ഹസ്ബൻഡ് ഭർത്താവ് എവിടെ? അച്ഛാ ഭർത്താവുണ്ട്, അദ്ദേഹം ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. അച്ഛാ എൻ്റെ പ്രാർത്ഥന എന്താണെന്നറിയാവോ? എൻ്റെ മകനും എൻ്റെ ഭർത്താവും തമ്മിൽ പരസ്പരം കാണല്ലേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ഞാൻ ചോദിച്ചു, അതെന്താ ചേച്ചി അങ്ങനെ? അച്ഛാ എന്ത് പറയാനാ, അവർ തമ്മിൽ കണ്ടു കഴിഞ്ഞാൽ പിന്നെ പോലീസ് സ്റ്റേഷനിൽ ചെന്നേ ഈ കലഹം അവസാനിക്കുകയുള്ളൂ. ഇപ്പം 3-4 തവണയായി പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങുന്നു. ഒരു തരത്തിലാണ് ഈ പ്രശ്നങ്ങൾ അവസാനിക്കുന്നത്. നിങ്ങൾക്ക് കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാവുന്നുണ്ടോ? ഞാനിത് പറയുമ്പോൾ ഒറ്റപ്പെട്ട ഒരു സംഭവമാണെന്ന് ചേട്ടാ ചേച്ചി കരുതരുത്, കേട്ടല്ലോ. ഇതെവിടെയോ ദൂരെ എവിടെയോ നടക്കുന്ന ഒരൊറ്റപ്പെട്ട സംഭവമാണെന്ന് ആരും കരുതരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിവർന്നിരുന്നേ, ഒന്ന് കണ്ണ് തുറന്നേ. ഇത് കണ്ണടച്ച് കേൾക്കേണ്ട കാര്യമല്ല, കണ്ണ് തുറന്ന് കേൾക്കേണ്ട കാര്യമാണ്. കണ്ണടച്ച് നമുക്ക് ശുശ്രൂഷയിൽ പങ്കെടുക്കാം. ഇപ്പം ഇതൊന്ന് കണ്ണ് തുറന്ന് കേട്ടെ. ദേ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് ഒറ്റപ്പെട്ട സംഭവം അല്ലെന്ന്, ഒറ്റപ്പെട്ട സംഭവം അല്ല. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മുമ്പിൽ ഇവിടെ ഇരിക്കുന്ന അല്ലെങ്കിൽ ഓൺലൈൻ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന അനേക കുടുംബങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന തകർച്ചയാണ്. ഈ സ്ത്രീ, കുടുംബനാഥ ഭാര്യ ഇവിടെ ഇരുന്നുകൊണ്ട് എൻ്റെ മുമ്പിൽ ഇന്ന് കരയുമ്പോൾ എൻ്റെ മുമ്പിൽ തെളിഞ്ഞു നിന്നൊരു ചോദ്യം, സങ്കീർത്തകനായ ദാവീദ് 77-ാം അധ്യായം 8-ാം തിരുവചനത്തിലെ ചോദ്യമാണ്. അവിടുത്തെ കരുണ എന്നേക്കുമായി നിലച്ചുവോ? അവിടുത്തെ വാഗ്ദാനങ്ങൾ എന്നേക്കുമായി അവസാനിച്ചുവോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഇങ്ങനെ? എന്തുകൊണ്ട് ഇങ്ങനെ? ഇവരുടെ വിവാഹം പരിശുദ്ധ അൾത്താരയുടെ മുമ്പിൽ ആശീർവദിക്കപ്പെട്ടതാണ്. ഇവരുടെ വീട് വെഞ്ചരിക്കപ്പെട്ട വീടാണ്. ഇവരുടെ വീട്ടിൽ സ്വസ്ഥതയും സമാധാനം ഉണ്ടായിരുന്നൊരു സമയമുണ്ടായിരുന്നു. എന്നാൽ കുറച്ച് നാളുകളായി മകൻ്റെ ഈ സ്വഭാവ രീതി, അതോടൊപ്പം തന്നെ അപ്പൻ്റെ സ്വഭാവ രീതി മൊത്തം മാറിക്കഴിഞ്ഞു. കുടുംബത്തിൻ്റെ തകർച്ച അങ്ങേയറ്റത്തോളം എത്തി. നാട്ടുകാർ തന്നെ പറയാൻ തുടങ്ങി, ഈ വീട്ടുകാർ ഇവിടുത്തെ പ്രശ്നം പിടിച്ചൊരു വീട്ടുകാരാണ്. ഇടവകയിൽ തന്നെ ആർക്കും ഈ കുടുംബത്തോട് താല്പര്യമില്ല. ഈ സ്ത്രീ കരഞ്ഞുകൊണ്ട് ചോദിക്കുന്ന ചോദ്യം, അച്ഛാ എൻ്റെ കുടുംബം ഇനി രക്ഷപ്പെടുമോ? അച്ഛാ എൻ്റെ വീടിന് രക്ഷപ്പെടുമോ? എൻ്റെ ഭർത്താവിൻ്റെ കാര്യം എന്താണ്? എൻ്റെ മകൻ്റെ കാര്യം എന്താണ്? എൻ്റെ കാര്യം എന്താണ്? ഈ തീച്ചൂളയ്ക്കകത്ത് കിടന്ന് ഞാൻ ഞെരുങ്ങിക്കൊണ്ടിരിക്കുവാണ്. എന്താ ചെയ്യേണ്ടെന്നൊരു പിടുത്തവുമില്ല. എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, ഈ തിരുനാൾ ദിവസത്തിൽ കരുണ നിന്നോട് പഠിപ്പിക്കുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ഏതെങ്കിലും ഒരു തകർച്ച, ഭാരം, വരൾച്ച, അതിൻ്റെ മുമ്പിൽ ഭാരപ്പെട്ടിരിക്കുകയാണെങ്കിൽ ഈശോയുടെ കരുണയിൽ നീ ആശ്രയിച്ചാൽ ആ വിഷയങ്ങൾക്ക് ഉത്തരം കിട്ടും. വലതുകരം ഉയർത്തി ഒച്ചത്തിൽ പറഞ്ഞേ ആമേൻ, 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 ആമേൻ. ഏതെല്ലാം തടസ്സങ്ങളും ഏതെല്ലാം ദുരിതങ്ങളിലൂടെയാണോ നീ പോകുന്നത്, ആ ദുരിതത്തിൻ്റെ തടസ്സത്തിൻ്റെ നടുവിൽ യേശുവിൻ്റെ കരുണയിൽ ആശ്രയിക്കുക. പരിശുദ്ധ അമ്മ നമ്മളെ പഠിപ്പിച്ചത് അതാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 50-ാം തിരുവചനം. സെന്റ് ലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ 1 വേഴ്സ് 50. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 50-ാം തിരുവചനം. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താ വചനം? അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. വലതുകര ഉയർത്തി വചനം പറഞ്ഞ്, അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. കരുണ വർഷിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദേ, നിന്റെ ജീവിതത്തിൽ ഇതൊരു വാഗ്ദാനമാണ്. ഈ വാഗ്ദാനം അങ്ങ് വിശ്വസിച്ചോണം. ദൈവത്തിൻ്റെ കരുണ ഒരിക്കലും നിലച്ചു പോയിട്ടില്ല. ദൈവത്തിൻ്റെ കരുണ തലമുറയോളം നിന്റെ കുടുംബത്തെയും വ്യക്തി ജീവിതത്തെയും കാത്തു പരിപാലിക്കും. വിശ്വസിക്കുന്നവർ ആമേൻ എന്ന് പറഞ്ഞേ, ഒച്ചത്തിൽ പറഞ്ഞേ
അല്പം കൂടെ ഒച്ചത്തി പറഞ്ഞേ എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന പ്രതിസന്ധി എത്ര വലുതാണെങ്കിലും ആ പ്രതിസന്ധിയുടെ ഒത്ത നടുവിൽ ദൈവത്തിന്റെ കരുണയെ നിനക്ക് ആശ്രയിക്കാൻ പറ്റുമോ? എങ്കിൽ എന്ത് സംഭവിക്കും? ആ കരുണ അതൊരു വാഗ്ദാനമാണ്, നിന്നിൽ അത് സംഭവിച്ചിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയുടെ കരുണയുടെ ചിത്രം കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? അതിന്റെ തൊട്ട് താഴെയായിട്ട് മനോഹരമായിട്ട് ഒരു കൊച്ചു സെന്റൻസ് എഴുതിയിട്ടുണ്ട്. എന്തുവാ പറഞ്ഞേ? കൃത്യമായിട്ട് പറഞ്ഞേ, എന്താ എഴുതി വച്ചിരിക്കുന്നത്? യേശുവേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. പറഞ്ഞേ, അല്പം കൂടെ ഒച്ചത്തിൽ പറഞ്ഞേ, അല്പം കൂടെ ഒച്ചത്തിൽ പറഞ്ഞേ. യേശുവേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു, ശരണപ്പെടുന്നു, ശരണപ്പെടുന്നു. ഹല്ലേലൂയ. വേറെ എങ്ങും ആശ്രയില്ല. കർത്താവെ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എൻ്റെ സഹോദര സഹോദരി, വിശ്വസിക്കുക, പരിശുദ്ധ മറിയം നിന്നെ പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. ഇത് വിശ്വസിച്ചാൽ ഇവിടെ ഇരുന്നു കൊണ്ട് നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മക്കള് അവരെവിടെയുണ്ടോ അവിടെ ഈ കരുണ സംഭവിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിദേശങ്ങളില് നിങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിക്കേ. വീട്ടിൽ നിന്ന് ആരെങ്കിലും, സഹോദരങ്ങളോ മക്കളോ ആരെങ്കിലും ഒക്കെ വിദേശങ്ങളിലുള്ളവർ കൈപൊക്കിക്കേ. കൈ ഇങ്ങനെ പിടിച്ചോ. ഇവിടെ നിന്ന് നീ ഈ പ്രാർത്ഥനയും ശുശ്രൂഷയും പങ്കെടുക്കുമ്പോൾ തലമുറകൾ തോറും എന്ന് പറഞ്ഞാൽ വചനത്തിന്റെ അർത്ഥം എന്താ? ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ പ്രിയപ്പെട്ടവരെവിടെയുണ്ടോ അവരിലേക്ക്, തലമുറകളിലേക്ക് ഈ കരുണ അത് സംഭവിക്കും. വലതുകര ഉയർത്തി ഒച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിയമാവർത്തന പുസ്തകം, ബൈബിളും തുറന്ന് വായിച്ചേ. ബുക്ക് ഓഫ് ഡ്യൂട്രോണമി, നിയമാവർത്തന പുസ്തകം 4-ാം അധ്യായം 31-ാം തിരുവചനം. നിയമാവർത്തന പുസ്തകം 4-ാം അധ്യായം 31-ാം തിരുവചനം. വചനം ഇങ്ങനെ പറയുന്നു, നിങ്ങളുടെ ദൈവമായ കർത്താവ് കരുണയുള്ള ദൈവമാണ്. കണ്ടോ? ചേട്ടാ ഉറങ്ങല്ലേ. നിങ്ങളുടെ ദൈവമായ കർത്താവ് എങ്ങനെയുള്ള ദൈവമാണ്? കരുണയുള്ള ദൈവമാണ്. അവിടുന്ന് നിങ്ങളെ കൈവിടുകയോ നശിപ്പിക്കുകയോ നിങ്ങളുടെ പിതാക്കന്മാരുടെ ശപഥം ചെയ്തിട്ടുള്ള ഉടമ്പടി വിസ്മരിക്കുകയോ ഇല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തെക്കുറിച്ച് വചനം പറയുന്നു, നിങ്ങളുടെ ദൈവമായ കർത്താവ് കരുണയുള്ള ദൈവമാണ്. ഇവിടെ ഇരുന്നുകൊണ്ട് ഈ വചനം കേൾക്കുമ്പോൾ വിശ്വസിക്കണം, എൻ്റെ വീട്ടിൽ ഇന്ന് ഞാൻ അനുഭവിക്കുന്ന എൻ്റെ വ്യക്തി ജീവിതത്തിലെ ഇന്ന പ്രതിസന്ധി ഭാരം, അതിൻ്റെ മേൽ കർത്താവിൻ്റെ കരുണ പ്രവർത്തിക്കും. ഹല്ലേലൂയ. കാരണം വചനം എന്താണ്? അവിടുന്ന് നിങ്ങളെ കൈവിടുകയോ നശിപ്പിക്കുകയോ നിങ്ങളുടെ പിതാക്കന്മാരോട് ശപഥം ചെയ്തിട്ടുള്ള ഉടമ്പടി വിസ്മരിക്കുകയോ ഇല്ല. ദൈവം ചില ഉടമ്പടികൾ നമുക്ക് നൽകിയിട്ടുണ്ട്, ചില വാഗ്ദാനങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കേട്ടോ, ദൈവം ഒരിക്കലും നിന്നെ കൈവിടുകയില്ല. ഇതൊരു വാഗ്ദാനമാണ്. നിന്നെ ഉപേക്ഷിക്കുകയില്ല. നീ ഇന്ന് അനുഭവിക്കുന്ന ഏത് പ്രതിസന്ധിയാണെങ്കിലും അതിൻ്റെ നടുവിൽ ദൈവം നിനക്ക് ഉത്തരം നൽകും. പലതും ഇടതും ഇരിക്കുന്നവരോട് പറഞ്ഞേ, ദൈവം നിന്നെ ഉപേക്ഷിക്കുകയില്ല. പറഞ്ഞു കൊടുത്തേ, ദൈവം നിന്നെ ഉപേക്ഷിക്കുകയില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കഴിഞ്ഞ നമ്മുടെ താമസിച്ചുള്ള ധ്യാനം, അതായത് ഒരാഴ്ച തൊട്ട് മുമ്പ് ധ്യാനത്തിന് ഇവിടെ ഒരു സഹോദരൻ, അദ്ദേഹം വരാനുള്ളൊരു കാരണം, കുറച്ച് ദിവസങ്ങളായി പോട്ട ആശ്രമത്തിൽ കഴിഞ്ഞ നാളുകൾ ഞാൻ ഇയാളെ കാണുന്നുണ്ട്. ഭയങ്കര സങ്കടമാണ് ഇയാൾക്ക്, ഭയങ്കര സങ്കടം. അപ്പോൾ സങ്കടത്തിൻ്റെ കാരണം അന്വേഷിച്ചപ്പോൾ ഇയാൾ പറഞ്ഞു, എൻ്റെ അച്ഛാ, ഞാൻ കഴിഞ്ഞ ഡിസംബറിൽ നാട്ടിൽ അവധിക്ക് വന്നതാണ്. ദുബായിൽ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന സഹോദരനാണ്. എന്നാൽ ഞാൻ ഈ നാട്ടിൽ വന്നു കഴിഞ്ഞ് എനിക്ക് ചില ദിവസങ്ങളിലൊക്കെ ചില കാര്യങ്ങളോട് ബന്ധപ്പെട്ട് അല്പം തിരക്കോ അതും ഇതൊക്കെ വന്നു. എന്തു പറയേണ്ടു, എൻ്റെ വിസ അത് റിജക്റ്റ് ആയിപ്പോയി. എനിക്കിത് തിരിച്ചു കയറിപ്പോകാൻ പറ്റത്തില്ല. എൻ്റെ വിസ റിജക്റ്റായി, അതിൻ്റെ ടൈം പീരീഡ് കഴിഞ്ഞു. അങ്ങനെ പല കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തെ കണ്ടുമുട്ടുമ്പോൾ
ഈസ്റ്റർ കഴിഞ്ഞിട്ടുള്ള ഈ കഴിഞ്ഞ നാളുകളുടെ കാര്യം പറയണം, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ. അപ്പം അദ്ദേഹം പറയാം, അച്ഛാ എന്ത് ചെയ്യും, സങ്കടമാണ്, വല്ലാത്ത വിഷമം, ഭാരം. ഇനി കുടുംബം എങ്ങനെ മുമ്പോട്ട് നീങ്ങും? നാട്ടിൽ എന്തെങ്കിലുമൊക്കെ ജോലി നോക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അച്ഛ ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല. എനിക്ക് തിരിച്ചു പോകണം, എൻ്റെ വീട് എങ്ങനെയെങ്കിലും ഒന്ന് മെച്ചപ്പെടുത്തണം, ഇതാണ് എൻ്റെ വലിയ ആഗ്രഹം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണ് അദ്ദേഹത്തോട് പറഞ്ഞ് നമ്മുടെ ഓശാന ഞായറാഴ്ച ആരംഭിച്ച പീഡാനുഭവ ധ്യാനത്തിൽ അദ്ദേഹം പങ്കെടുക്കുന്നത്. അപ്പം അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, അച്ഛാ ക്രിസ്മസ് കൂടാൻ വേണ്ടി നാട്ടിൽ വന്ന ഞാനിപ്പോൾ ഈസ്റ്റർ വരെ എത്തി, ഇനി എൻ്റെ അവസ്ഥ എന്താവും? അപ്പം ഇദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ ശക്തമായ ഒരു സന്ദേശം ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കർത്താവ് ഇടപെടുന്നു. എങ്ങനെ എന്തെന്ന് അറിഞ്ഞുകൂടാ, പക്ഷേ കർത്താവ് ഇടപെടുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തോട് ധ്യാനം കൂടാൻ പറഞ്ഞത്. അപ്പം ഇദ്ദേഹം ചെയ്തൊരു പ്രവൃത്തി, ധ്യാനത്തിൽ 2-ാം ദിവസത്തിൽ കുമ്പസാര ദിവസം ഇദ്ദേഹം രാവിലെ തന്നെ എന്നോട് പറഞ്ഞു, അച്ഛാ ജോലി കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഈ ധ്യാനം എനിക്കൊരു അനുഗ്രഹപ്രദമാവണം. അച്ഛാ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും എനിക്കൊരു പിടുത്തവും ഇല്ല, പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഈ ധ്യാനം ഒരു അനുഗ്രഹപ്രദമാണ്. അതുകൊണ്ട് അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാനൊരു നല്ല കുമ്പസാരം നടത്തി എൻ്റെ ജീവിതത്തെ ഒന്ന് മെച്ചപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പം ഞാൻ ഇദ്ദേഹത്തോട് പറഞ്ഞു, ചേട്ടാ ഇതാണ് ശരിക്കുള്ള അനുതാപം. ഇതിനാണ് ചേട്ടനെ ക്രിസ്മസ് കഴിഞ്ഞ് ഈസ്റ്റർ വരെ ഈ നാട്ടിക്കൊണ്ട കർത്താവ് നിർത്തിയത്, നല്ല കുമ്പസാരം. പ്രിയപ്പെട്ടവരെ, ധ്യാനത്തിൻ്റെ കുമ്പസാര ദിവസത്തിൽ മണിക്കൂറുകളെടുത്ത് ദൈവത്തിന് മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിച്ച് ഒരുങ്ങിയിട്ടാണ് ഇദ്ദേഹം കുമ്പസാരിച്ചത്. കുമ്പസാരം കഴിഞ്ഞു. അടുത്ത ദിവസം ആന്തരിക സൗഖ്യ ശുശ്രൂഷകളൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ പീഡാനുഭവ ധ്യാനം അവസാനിച്ചത് ബുധനാഴ്ച വൈകിട്ടാണ്. കാരണം പെസഹ വ്യാഴാഴ്ച ദൈവജനത്തിന് വീട്ടിൽ പോയി പെസഹ അപ്പം മുറിക്കാനൊക്കെയുള്ള ഒരു സൗകര്യത്തിന് വേണ്ടി ബുധനാഴ്ച നമ്മൾ ധ്യാനം അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഞായറാഴ്ച വന്നവരുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ മൊബൈൽ ഫോൺ വാങ്ങി ഇവിടെ സുരക്ഷിതമായിട്ട് വെക്കും. പ്രത്യേകിച്ച് ധ്യാന ദിവസങ്ങളിൽ ശല്യമൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അവരുടെ മൊബൈല് ഈശോയുടെ കയ്യിൽ നമ്മൾ കൊടുക്കും. കാരണം മൊബൈൽ ഫോൺ കയ്യിലുണ്ടെങ്കിൽ പലപ്പോഴും അസ്വസ്ഥതയാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ അതെല്ലാം വാങ്ങി അത് ഈശോയുടെ കയ്യിൽ ഏൽപ്പിക്കും. ധ്യാനത്തിൻ്റെ സമാപന മണിക്കൂറിലാണ് തിരിച്ചു കൊടുക്കുന്നത്. ധ്യാനത്തിൻ്റെ സമാപന ദിവസത്തിൽ ഇദ്ദേഹത്തിന് മൊബൈൽ തിരിച്ചു കൊടുത്തു. അദ്ദേഹത്തോട് മാത്രമല്ല, ദൈവജനത്തോട് പറഞ്ഞു, ആവശ്യമില്ലാതെ ഈ മൊബൈൽ ഫോൺ ഇപ്പോൾ നിങ്ങൾ തുറന്നു നോക്കണ്ട, മറിച്ച് ശുശ്രൂഷയെല്ലാം കഴിഞ്ഞ് നിങ്ങൾക്ക് പോകുന്ന സമയത്ത് മാത്രം നോക്കിയാൽ മതി. ഇദ്ദേഹം മൊബൈൽ എടുത്തെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഉള്ളിലൊരു ജിജ്ഞാസ, ധ്യാനം കൂടിയല്ലോ, കാര്യങ്ങളൊക്കെ ശരിയായോ എന്നറിയണം, വല്ല വിസ ഓഫർ ലെറ്റർ വന്നിട്ടുണ്ടെങ്കിലോ. ഇദ്ദേഹം എന്ത് ചെയ്തു? ആരും കാണാതെ ആരാധനയ്ക്ക് മുമ്പുള്ള ഇടവേള സമയത്ത് ആ ഹോളിൻ്റെ പുറകിൽ പോയി മൊബൈൽ ഫോൺ നോക്കി. വിസ ഓഫർ ലെറ്റർ ഒന്നും വന്നിട്ടില്ല. അപ്പം ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ സങ്കടം. കർത്താവേ, ഞാൻ നന്നായിന്ന് കുമ്പസാരിച്ചു, പ്രാർത്ഥിച്ചു, ഇവിടെ ധ്യാനത്തിന് വന്നു. കർത്താവേ, ഞാൻ ഇങ്ങനെയൊക്കെ ഒരുങ്ങി, എൻ്റെ ജീവിതത്തിൽ എന്താ അങ്ങ് ഇടപെടാത്തത്? അപ്പം ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഈ ഭാരത്തോടു കൂടിയാണ് ശുശ്രൂഷയിൽ ഇങ്ങനെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ആരാധന കഴിഞ്ഞ് ദൈവജനം ഒരുമിച്ച് പല പ്രാർത്ഥനാ ശുശ്രൂഷകളിലൊക്കെ പങ്കെടുത്ത് പിരിഞ്ഞു പോകാൻ നേരം ഇദ്ദേഹം വീണ്ടും മൊബൈൽ ഫോൺ എടുത്ത് ഒന്നും കൂടെ നോക്കി. അപ്പം ഇവിടുന്ന് കൊടുത്തിരുന്ന നിർദ്ദേശം ഇങ്ങനെയാണ്, ശുശ്രൂഷ എല്ലാം കഴിഞ്ഞിട്ട് മൊബൈൽ ഫോൺ നോക്കിയാൽ മതി. ഇവിടുന്ന് കിട്ടിയ നിർദ്ദേശത്തിൻ്റെ സമയത്ത് ഇദ്ദേഹം തുറന്നു നോക്കിയപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മൊബൈൽ ഫോണിൽ വിസ ലെറ്റർ, ഓഫർ ലെറ്റർ ഇദ്ദേഹത്തിന് വേണ്ടി വന്നു കിടക്കുകയാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അദ്ദേഹത്തിൻ്റെ സന്തോഷം കാണണം. അദ്ദേഹം തന്നെ ഇത് പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞു, അച്ഛാ, എൻ്റെ ജീവിതത്തിൽ ക്രിസ്മസ് കൂടാൻ വന്ന ഞാൻ ഈസ്റ്ററും കൂടെ കൂടിയിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് പോകുന്നത് എന്ന് മാത്രമല്ല, ഈ കഴിഞ്ഞ ദുരിത നാളുകളിൽ ഞാൻ ചില പാഠങ്ങൾ പഠിച്ചു. എൻ്റെ വരൾച്ചയുടെ ദുരിത നാളുകളിൽ ചില കാര്യങ്ങൾ ഞാൻ പഠിച്ചു. പ്രത്യേകിച്ച് എൻ്റെ ആത്മീയ ജീവിതത്തിൽ വളരേണ്ടതിൻ്റെ ആവശ്യകത എനിക്ക് മനസ്സിലായി. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, ഓരോരുത്തരും ശ്രദ്ധിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ ചില തളർച്ചകളും വളർച്ചകളും ഒക്കെ ഉണ്ടാവുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെ നടുവിൽ നമ്മൾ ഓർത്തുകൊള്ളണം, ഈശോ നമുക്ക് ചില ട്രെയിനിങ് തന്ന് നമ്മളെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്.
പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഈശോ ചില ട്രെയിനിങ്ങുകൾ തന്ന് നമ്മളെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. നിന്റെ ആത്മീയ അവസ്ഥയെ ഇതാ ഈശോ ട്രെയിനിങ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. 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 സങ്കീർത്തനം 89 വചനം 28. ബുക്ക് ഓഫ് സാം ചാപ്റ്റർ 89 വേഴ്സ് 28. എൻ്റെ കരുണ എപ്പോഴും അവൻ്റെ മേലുണ്ടായിരിക്കും, അവനോടുള്ള എൻ്റെ ഉടമ്പടി അചഞ്ചലമായി നിലനിൽക്കും. ഹല്ലേലൂയ. ഈ വചനം അങ്ങോട്ട് ശ്രദ്ധിച്ചോളൂ, ഇത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കണേ. എൻ്റെ കരുണ എപ്പോഴും അവൻ്റെ മേലുണ്ടായിരിക്കും, അവനോടുള്ള എൻ്റെ ഉടമ്പടി അചഞ്ചലമായി നിലനിൽക്കും. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പലതകരം ഒന്ന് ഉയർത്തിപ്പിടിച്ച് ഈ വചനം നമുക്ക് നേറ്റു പറയാം. എൻ്റെ കരുണ എപ്പോഴും അവന്റെ മേൽ ഉണ്ടായിരിക്കും, അവനോടുള്ള എൻ്റെ ഉടമ്പടി അചഞ്ചലമായി നിലനിൽക്കും. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ നിവർന്നിരുന്ന് ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. നിന്റെ മേലും എൻ്റെ മേലും ദൈവത്തിൻ്റെ കരുണ അത് അചഞ്ചലമായി നിലനിൽക്കും. നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കില്ല, നിന്നെ ഭഗ്നരാശരാക്കുകയില്ല, നിന്റെ ജീവിതത്തിൽ നിന്നെ ദൈവം കൈവിടുകയുമില്ല. ഉച്ചത്തിൽ പറഞ്ഞേ ആമേൻ, 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 ആമേൻ. അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലായി. നിവർന്നിരുന്നേ, സിറ്റ് സ്ട്രൈറ്റ്, ഇങ്ങോട്ട് നോക്കിക്കേ. എൻ്റെ മേൽ കർത്താവിൻ്റെ കരുണയുണ്ട്. പറഞ്ഞേ, ആരുടെ കരുണ? ഭർത്താവിൻ്റെ അല്ല, കർത്താവിൻ്റെ കരുണ. എൻ്റെ മേൽ കർത്താവിൻ്റെ കരുണയുണ്ട്. പറഞ്ഞേ, എൻ്റെ മേൽ കർത്താവിൻ്റെ കരുണയുണ്ട്. ഞാൻ ആ കരുണയിൽ ആശ്രയിക്കുന്നു, ഞാൻ ആ കരുണയിൽ ആശ്രയിക്കുന്നു, ഞാൻ ആ കരുണയിൽ ആശ്രയിക്കുന്നു, ഞാൻ ആ കരുണയിൽ ആശ്രയിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ ഇവിടെ ഇരിക്കുന്നത് ആരുടെ കരുണ കൊണ്ടാണ്? കർത്താവിൻ്റെ കരുണയാണ്. നമ്മൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത് കർത്താവിൻ്റെ കരുണയാണ്. നമ്മുടെ ശരീരം ആരുടെ കരുണയാണ്? ഇത് കർത്താവിൻ്റെ കരുണയാണ്. നമുക്കിന്ന് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ആരുടെ കരുണയാണ്? കർത്താവിൻ്റെ കരുണയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. ഈശോയുടെ കരുണയാലാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നതെങ്കിൽ ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയാവോ? ഈ കരുണയുടെ പ്രവാചകനാവാൻ, പ്രവാചകയാകാൻ നമുക്ക് കൃത്യമായ കടമയുണ്ട്. എന്താവണം? കരുണയുടെ പ്രവാചകനാവണം, കരുണയുടെ പ്രവാചകയാകണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു പ്രവാചക ദൗത്യമാണ്, ഒരു പ്രോഫറ്റിക് ലൈഫാണ്. പ്രവാചക ദൗത്യം എനിക്കും നിനക്കും നൽകുകയാണ്. നീ കരുണയുടെ പ്രവാചകനാകണം. അടുത്തിരിക്കുന്നവരോട് ചേട്ടന്മാർ പറഞ്ഞേ, നീ കരുണയുടെ പ്രവാചകനാകണം. ചേച്ചിമാർ പറഞ്ഞ പ്രവാചകയാകണം, കരുണയുടെ പ്രവാചകയാകണം. പറഞ്ഞു കൊടുത്തേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 2002 വത്തിക്കാൻ ഈ വിഷയത്തെക്കുറിച്ച് കൃത്യമായ ഒരു മാർഗനിർദ്ദേശം തന്നെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ജോൺ പോൾ II മാർപ്പാപ്പയിലൂടെ നൽകപ്പെട്ട ഈ കരുണയുടെ തിരുനാൾ ദിവസത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൃത്യമായി പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയിലൂടെ ഈ കാലഘട്ടത്തിൽ നമ്മളെ പഠിപ്പിച്ചു. അതായത് കരുണയുടെ തിരുനാള് നമ്മൾ നന്നായി ആഘോഷിക്കണം. ഈ കരുണയെക്കുറിച്ച് മറ്റുള്ളവരോട് നമ്മൾ പഠിപ്പിക്കണം. കരുണയുടെ പ്രവാചകന്മാരും പ്രവാചികളുമായി നമ്മൾ മാറണം. നമ്മുടെ സ്വഭാവത്തിൽ കരുണയുണ്ടായിരിക്കണം. എന്തുണ്ടായിരിക്കണം? നമ്മുടെ സ്വഭാവത്തിൽ കരുണയുണ്ടായിരിക്കണം. ഈ സ്വഭാവത്തിൽ കരുണയുണ്ടാവുന്നതിന് വേണ്ടിയാണ് ഇന്ന് കത്തോലിക്ക തിരുസഭ ഇന്നേ ദിവസം നമുക്ക് നൽകിയിരിക്കുന്ന വലിയൊരു അനുഗ്രഹമാണ് നന്നായി കുമ്പസാരിച്ച് പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന വ്യക്തികൾക്ക് ദണ്ഡവിമോചനം. കേൾക്കണുണ്ടോ? ഇങ്ങോട്ട് നോക്കിക്കേ. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതയാണ്, കേട്ടല്ലോ. ഇന്നത്തെ ദിവസത്തിൽ ദൈവം നൽകിയിരിക്കുന്ന വലിയൊരു കൃപയാണ്. എന്താണ് കൃപ? അതായത് ഇന്ന് നമ്മൾ നന്നായി കുമ്പസാരിച്ച് പരിശുദ്ധ കുർബാന സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് നിന്റെ സകല പാപങ്ങളും കടങ്ങളും പൊറുക്കുന്ന വലിയൊരു അനുഗ്രഹമായിട്ട് മാറും. പ്രൈസ് ദി ലോർഡ്.
Praise the Lord. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. Hallelujah. കാലാകാലങ്ങളായി നിങ്ങളുടെ കുടുംബത്തിലുള്ള തകർച്ചകളും പാരമ്പര്യ രോഗങ്ങളും പാരമ്പര്യ പീഡകളും എല്ലാം തകർത്തെറിയുന്ന വലിയ ഒരു സൗഖ്യ ദിനമായി മാറും. എപ്പോൾ? ഈ കരുണയുടെ ദിവസത്തെ നമ്മൾ അത്രമേൽ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് സ്വീകരിക്കുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നന്നായി കുമ്പസാരിക്കണം, നന്നായി പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണം എന്നൊക്കെ നമ്മുടെ മുമ്പിൽ ഫൗസ്റ്റീനാമ്മയുടെ ഡയറിയിൽ എഴുതപ്പെട്ടത്. ഇതാ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ 2002 ജൂൺ മാസം 29 കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഫൗസ്റ്റീനാമ്മയുടെ ഡയറിയിൽ 699 ഖണ്ഡികയിൽ ഈ വിഷയത്തെക്കുറിച്ച് കൃത്യമായിട്ട് പ്രതിപാദിക്കുമ്പോൾ ആവശ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നന്നായി കുമ്പസാരിക്കണം, പരിശുദ്ധ കുർബാന ഇന്ന് ഭക്തിപൂർവ്വം സ്വീകരിക്കണം. ഹല്ലേലൂയാ, Hallelujah. ഹല്ലേലൂയാ Hallelujah. എന്ന് പറഞ്ഞാൽ സംഭവിക്കുന്ന കാര്യം നമ്മുടെ സ്വഭാവത്തിൽ മാറ്റം, നമ്മുടെ സ്വഭാവത്തിൽ മാറ്റം. കരുണയുടെ സ്വഭാവം നമുക്കുണ്ടാവണം. എന്തുണ്ടാവണം? കരുണയുടെ സ്വഭാവം നമുക്കുണ്ടാവണം. ഉണ്ടോ കരുണ? ഉണ്ടോന്ന്? അയ്യോ എന്തോരം കരുണയാ! ദേ ഈ കരുണ എന്ന് പറയുന്നത് കുറച്ച് സമയത്തേക്ക് മാത്രം ഉണ്ടായിരിക്കേണ്ടതല്ല കേട്ടോ. ചില സിനിമയും സീരിയലും കാണുമ്പോൾ ചിലരിരുന്ന് കരയും. അയ്യോ എന്നാ സങ്കടകരമായ കാര്യങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്, ദൈവമേ അല്ലേ, ഭയങ്കര കരച്ചിൽ. എത്ര നേരം ഉണ്ടാവും? ആ സിനിമ തീർന്നു കഴിയുമ്പോൾ കണ്ണ് തുടച്ച് നമ്മൾ ഇവിടുന്ന് എഴുന്നേറ്റ് പോകും. നമ്മുടെ പല കരുണയും ഉണ്ടല്ലോ താൽക്കാലികമായ കരുണയായിട്ട് പോകും. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ റോട്ടിൽ ഒരു വാഹനത്തിൽ യാത്ര ചെയ്യുന്നു. വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ അത് ആ റോഡ് സൈഡിൽ പാവപ്പെട്ടൊരു മനുഷ്യൻ റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുന്നു എന്ന് കരുതുക. അപ്പം നമ്മുടെ ഉള്ളിൽ എന്ത് വരും പെട്ടെന്ന്? കരുണ. ദൈവമേ ഇയാൾക്ക് ആരും ഇല്ലല്ലോ, കരുണ. ദൈവമേ ഇയാളെ ഒന്ന് സഹായിക്കണമല്ലോ, കരുണ. എന്നിട്ട് ഈ കരുണ വന്ന നമ്മൾ തന്നെ എന്തു പറയും നമ്മളോട്? സാരമില്ല, ഞാനിപ്പോൾ ഇവിടെ നിർത്തി ഇയാളെ സഹായിച്ചില്ലെങ്കിലും വേറെ ആരെങ്കിലും വന്ന് സഹായിച്ചോളൂ, അല്ലേ? നമ്മളോട് തന്നെ ഒരു ആശ്വാസം പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോവും. അല്ലെങ്കിൽ ആ സാഹചര്യത്തെ നമ്മൾ അവഗണിക്കും. നമ്മുടെ കരുണ അല്പസമയത്തേക്ക് മാത്രം നിലനിൽക്കുന്നൊരു കരുണയായി പലപ്പോഴും അധപ്പതിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. Praise the Lord. ഹല്ലേലൂയാ, Hallelujah. ഹല്ലേലൂയാ, Hallelujah. ഹല്ലേലൂയാ. Hallelujah. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു ഇടവക പള്ളിയിൽ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ചെന്നപ്പോൾ അവിടുത്തെ വികാരിയച്ഛൻ എന്നോട് പറഞ്ഞു, അച്ഛാ ഞങ്ങളുടെ പള്ളിയിലെ പാട്ടുകാരെങ്ങനെയുണ്ട്, ഒരഭിപ്രായം ചോദിക്കുകയോ വികാരിയച്ഛൻ. ഞാൻ പറഞ്ഞു സൂപ്പർ. ഞാൻ നോക്കുമ്പോഴത്തേക്ക് ഒരു 8-10 പേര് നിന്ന് അവരുടെ മനോഹരമായിട്ടുള്ള ഗീതങ്ങൾ, ദൈവ സ്നേഹത്തെക്കുറിച്ചൊക്കെ അവർ പാടുന്ന കേട്ട് കഴിഞ്ഞാൽ നമുക്ക് കൊതി തോന്നും. ഞാൻ പറഞ്ഞു അച്ഛാ സൂപ്പർ, നല്ല പാട്ടാണ്. ഉടനെ വികാരിച്ചൻ എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ ഇടവക പള്ളിയിലെ പാട്ടുകാർക്ക് വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കണം. ഞാൻ ചോദിച്ചു എന്താ അച്ഛാ പ്രത്യേകത? അതേ, അവർ നന്നായി ദൈവ സ്നേഹത്തെക്കുറിച്ച് പാട്ട് പാടും, പക്ഷേ അവരിൽ പലരും തമ്മിൽ സംസാരിക്കില്ല. മനസ്സിലായോ? അവർക്ക് മിണ്ടാൻ പറ്റാത്തതുകൊണ്ടല്ല, അവർ തമ്മിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളുള്ളത് കൊണ്ട് അവർ തമ്മിൽ സ്നേഹപൂർവ്വം സംസാരിക്കില്ല. പക്ഷെ പാട്ട് പാടുന്ന ഏതാ? ദൈവസ്നേഹത്തെക്കുറിച്ച് ശക്തമായിട്ട് പാട്ട് പാടും, പക്ഷേ സ്വഭാവത്തിലില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ദേ ശ്രദ്ധിച്ചേ, പെസഹ വ്യാഴാഴ്ച കാല് കഴുകിക്കൊണ്ട് ദേവാലയങ്ങൾ ശുശ്രൂഷ നടത്തിയില്ലേ എന്ന പോലെ ചില കുടുംബങ്ങളിൽ ചില രീതികളും ആചാരങ്ങളും ഉണ്ട്. അതിലൊരു ആചാരം ഇങ്ങനെയാണ്: കുടുംബനാഥൻ മക്കളുടെ ഭാര്യയുടെ കാല് കഴുകി ശുശ്രൂഷ. ഇവിടെ ആ ആചാരം ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എന്നാൽ ചില സ്ഥലങ്ങളിൽ അങ്ങനെയുള്ള ചില ആചാരങ്ങളുണ്ട്. അവരെല്ലാ വർഷവും അങ്ങനെ കുടുംബനാഥൻ ഈ ഭാര്യയുടെയും മക്കളുടെയൊക്കെ കാല് കഴുകുന്നത് ചിത്രമെടുത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യും. അങ്ങനെയുള്ള എനിക്കറിയാം. എന്നാൽ 2 വർഷം മുമ്പ് ഇയാൾ ഭാര്യയുടെയും മക്കളുടെയും കാല് കഴുകാൻ വേണ്ടി വന്നപ്പോൾ മക്കളും ഭാര്യയും പറഞ്ഞു, ഇയാൾ ഞങ്ങളുടെ കാല് കഴുകി ചിത്രമെടുത്ത് ഫേസ്ബുക്കിൽ ഇടണ്ട, ഇയാൾക്ക് പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടിയിട്ടുള്ള പെരുമാറ്റമൊന്നും വേണ്ട,
ഇയാൾ ആദ്യം സ്വഭാവം നന്നാക്കിയിട്ട് മതി കാല് കഴുകൽ ശുശ്രൂഷ. എന്ത് മനസ്സിലായി ചേട്ടാ ചേച്ചി? അതായത് നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി കാല് കഴുകുന്നു, നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി നമ്മൾ പാട്ട് പാടുന്നു, പ്രസംഗം പറയുന്നു, അല്ലേ? കരുണയെക്കുറിച്ച് ഞാൻ പ്രസംഗം പറയുന്നു. പക്ഷേ നമ്മുടെ സ്വഭാവത്തിലില്ലെങ്കിൽ ഒരു കാര്യവുമില്ല. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞേ, സ്വഭാവത്തിലില്ലെങ്കിൽ ഒരു കാര്യമില്ല. പാവം ഉറങ്ങുമായിരിക്കും, എന്നാലും പറഞ്ഞുകൊടു. സ്വഭാവത്തിലില്ലെങ്കിൽ ഒരു കാര്യവുമില്ല. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 13-ാം വചനം പറഞ്ഞത്, ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കണ്ടോ? ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇത് ആദ്യം ആരംഭിക്കേണ്ടത്, കരുണയുടെ പ്രവാചക ദൗത്യം ആരംഭിക്കേണ്ടത് എൻ്റെയും നിൻ്റെയും വീട്ടിലാണ്. ചേച്ചി കേട്ടോ? എവിടെയാണ് ആരംഭിക്കേണ്ടത്? വീട്ടിൽ ആരംഭിക്കണം. അത് വേണോ? നാട്ടിൽ പോരെ? നാട്ടിൽ പോരാ, വീട്ടിൽ വേണം. നാട്ടിൽ കരുണയുടെ പ്രവാചകന്മാരായിട്ട് കുറേ പേരുണ്ടല്ലോ, അല്ലേ? ചിലരെ കണ്ടിട്ടില്ലേ? സോഷ്യൽ ആക്ടിവിസ്റ്റ്, അല്ലേ? നന്മ മരങ്ങൾ. നാട്ടിലുള്ള എല്ലാ കാര്യങ്ങൾക്കും അവരിങ്ങനെ ഓടി നടക്കും. സ്വന്തം വീട്ടിലോ, സ്വന്തം വീട്ടിലെ കാര്യങ്ങളിലോ. ഇത് ശ്രദ്ധിച്ചേ, ആദ്യം നിന്റെ കരുണ ആരംഭിക്കേണ്ടത്, എൻ്റെ കരുണ ആരംഭിക്കേണ്ടത് എവിടെയാ? എൻ്റെ വീട്ടിൽ, ഞാൻ താമസിക്കുന്ന സ്ഥലത്താണ് കരുണ ആരംഭിക്കേണ്ടത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഞാൻ എന്ന വൈദികൻ ഇവിടെ നിന്ന് കരുണയെക്കുറിച്ച് പ്രസംഗിക്കുന്നു. എന്നാൽ എൻ്റെ കമ്മ്യൂണിറ്റിയിൽ മറ്റുള്ള അച്ഛന്മാരുടെയും കൂട്ടുകാരുടെയും ശുശ്രൂഷകരുടെയും നടുവിൽ ഈ കരുണയില്ലെങ്കിൽ എന്തെങ്കിലും ഗുണമുണ്ടോ? ഒരു ഗുണവും ഇല്ല. ഇവിടെ ഇരുന്നുകൊണ്ട് നമ്മൾ വചനം കേട്ടു, തിരിച്ച് നിങ്ങൾ വീട്ടിലോട്ട് പോകുന്നു. ഭാര്യയുടെ മുമ്പിൽ ഒരല്പം കരുണ കാണിച്ചില്ലെങ്കിൽ, ചേട്ടോ ഉറങ്ങല്ല, ഇത് കേട്ടോ, ഇത് കേട്ടിട്ട് ഉറങ്ങിക്കോ. ഭാര്യയുടെ മുമ്പിൽ ഒരു തരി കരുണ കാണിച്ചില്ലെങ്കിൽ, ഭർത്താവിൻ്റെ മുമ്പിൽ ഒരു തരി കരുണ കാണിച്ചില്ലെങ്കിൽ പിന്നെ എന്ത് ഗുണം? ഈശോ കൃത്യമായിട്ട് വചനത്തിൽ പഠിപ്പിക്കുന്നു. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 19-ാം തിരുവചനം, സെന്റ് മാർക്സ് ഗോസ്പൽ ചാപ്റ്റർ 5 വേഴ്സ് 19. നീ വീട്ടിൽ സ്വന്തക്കാരുടെ അടുത്തേക്ക് പോവുക, കർത്താവ് നിനക്ക് വേണ്ടി എന്തെല്ലാം പ്രവർത്തിച്ചുവെന്നും എങ്ങനെ നിന്നോട് കരുണ കാണിച്ചുവെന്നും അവരെ അറിയിക്കുക. എങ്ങോട്ടാ പോകേണ്ടത്? ആദ്യം സ്വന്തം വീട്ടിൽ നീ കരുണ കാണിക്കണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഗോ ഹോം ടു യുവർ ഫ്രണ്ട്സ്. അവരോട് പോയി പറയണം, നിന്റെ വീട്ടിൽ ചെന്ന് പറയണം, കർത്താവ് നിന്നോട് കരുണ കാണിച്ചതിനെ കുറിച്ച് മറ്റുള്ളവരോട് പഠിപ്പിക്കണം. ഹല്ലേലൂയാ. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 7-ാം വചനം പറയുന്നത്, കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയാ. അതെ, നമ്മുടെ സ്വഭാവത്തിൽ ഈ കരുണയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുമ്പോൾ ആദ്യം നമ്മൾ നമ്മുടെ വീട്ടിൽ, അത് കഴിഞ്ഞ് എങ്ങോട്ടാണെന്നറിയോ? അയൽവാസികൾക്ക് നമ്മൾ കരുണ കൊടുക്കണം. അയൽപക്കത്തുള്ളവർക്ക്, നെയ്ബേഴ്സിന് നമ്മൾ കരുണ കൊടുക്കണം. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 33-ാം തിരുവചനത്തിൽ പഠിപ്പിക്കുന്നത്, സെന്റ് മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 18 വേഴ്സ് 33, ഞാൻ നിന്നോട് കരുണ കാണിച്ചതുപോലെ നീയും നിന്റെ സഹസേവകനോട് കരുണ കാണിക്കേണ്ടതായിരുന്നില്ലേ? ചോദിക്കുകയാണ് ഈശോ വ്യക്തമായിട്ട് എന്നോടും നിന്നോടും ചോദിക്കുക, നിന്നോട് ഞാൻ കരുണ കാണിച്ചതുപോലെ നീ മറ്റുള്ളവരോടും കരുണ കാണിക്കണ്ടേ? വലതുകര ഉയർത്തി പറഞ്ഞേ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പൊ 2 മേഖലകളിൽ, ഒന്ന് നമ്മുടെ വീട്ടില്, മറ്റൊന്ന് അയൽപക്ക ബന്ധങ്ങളിൽ നമ്മൾ ഈ കരുണ കൊടുക്കണം. നമ്മുടെ പെരുമാറ്റങ്ങളിൽ ഈ കരുണ കൊടുക്കണം. വെറുതെ നമ്മൾ പ്രസംഗത്തിൽ പറഞ്ഞാൽ മാത്രം പോരാ, നമ്മൾ പള്ളിയിൽ പറഞ്ഞ് മാത്രം തീർന്നാൽ പോരാ, മറിച്ച് നമ്മുടെ സ്വഭാവത്തിലുണ്ടാവണം. പ്രത്യേകിച്ച് നമ്മുടെ സംസാരത്തിലും പ്രവൃത്തിയിലും. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ്ലീഹ കൊളോസ്സുകാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 6-ാം വചനം പഠിപ്പിക്കുന്നു. സെന്റ് പോൾസ് ലെറ്റർ ടു കൊളോസിയൻസ് ചാപ്റ്റർ 4 വേഴ്സ് 6 വചനം ഇങ്ങനെയാണ്, നിങ്ങളുടെ സംസാരം എപ്പോഴും കരുണാമസൃണവും ഹൃദ്യവുമായിരിക്കട്ടെ, ഓരോരുത്തരും എങ്ങനെ മറുപടി പറയണമെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. കേട്ടോ, നമ്മുടെ സംസാരം കരുണയുള്ള സംസാരമായിരിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അമിതമായ ദേഷ്യ സ്വഭാവം ഉള്ളവരുണ്ടെങ്കിൽ കൈപൊക്കിക്കേ. ആരുമില്ലേ? കുറേ പേരുണ്ട്. അമിതമായ ദേഷ്യം ഒട്ടുമുക്കാലും പേർക്കുണ്ട്. പറയുന്ന എനിക്കും ഉണ്ട്. ദേ കൈതാത്തിക്കേ. എന്ത് ചെയ്യണമെന്നറിയോ?
ഈശോയുടെ കരുണയ്ക്ക് വേണ്ടി ആശ്രയിക്കണം. ചാടിക്കടിക്കരുത്, ബഹളം വയ്ക്കരുത്, ദേഷ്യപ്പെടരുത്, കരുണയോടുകൂടെ പെരുമാറണം. കരുണ അത് നമ്മുടെ സ്വഭാവത്തിൽ വേണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കരുണയുടെ സംസാരം ഉണ്ടായിരിക്കട്ടെ. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞേ, കരുണയുടെ സംസാരം ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ സംസാരം മാത്രം പോലെ പെരുമാറ്റവും വേണം. പ്രഭാഷകന്റെ പുസ്തകം 28-ാം അധ്യായം 3-ാം തിരുവചനം, അയൽക്കാരനോട് പകവച്ച് പുലർത്തുന്നവന് കർത്താവിൽ നിന്ന് കരുണ പ്രതീക്ഷിക്കാമോ? കണ്ടോ, അയൽക്കാരനോട് പകവച്ച് പുലർത്തുന്നവന് കർത്താവിൽ നിന്ന് കരുണ പ്രതീക്ഷിക്കാവോ? ഇപ്പം ഇവിടെ വന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആരോടെങ്കിലും പകയും ദേഷ്യവും അരിശവും വഴക്കൊക്കെ ഉണ്ട്. എന്നിട്ട് ഇവിടെ വന്നിരുന്ന് ഈശോയെ കരുണയുണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് ലഭിക്കുമോ? ഇല്ല. അതുകൊണ്ടാണ് ലൂക്കാസ് വിശേഷം 10-ാം അധ്യായം 37-ാം തിരുവചനത്തിൽ ഈശോ ഉപമ പറഞ്ഞിട്ട് അവസാനം പറഞ്ഞത് എന്താണ്? അവനോട് കരുണ കാണിച്ചവനെന്ന് ആ നിയമജ്ഞൻ പറഞ്ഞു. യേശു പറഞ്ഞു, നീയും പോയി അതുപോലെ ചെയ്യണം. എന്താ? എന്തുപോലെ ചെയ്യണം? കരുണ കാണിക്കണം, മറ്റുള്ളവർക്ക് കരുണ കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യൂദാസിന്റെ ഒരു പുസ്തകമുണ്ട്. യൂദാസിന്റെ പുസ്തകം ലേഖനത്തില് ഒരു കുഞ്ഞു പുസ്തകമാണ്. അതിൻ്റെ അവസാന ഭാഗങ്ങളിലുള്ള ഒരു ആശംസ വചനം എന്താണെന്നറിയോ? 1-ാം അധ്യായം 2-ാം തിരുവചനം, നിങ്ങളിൽ കരുണയും സമാധാനവും സമൃദ്ധിയായി ഉണ്ടാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങളിൽ കരുണയും സമാധാനവും സമൃദ്ധിയായി ഉണ്ടാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.